ഹായ്, ഗുജറാത്തിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഡോദരയിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ഏകദേശം 125 കിലോമീറ്റർ ഉണ്ട് അഹമ്മദാബാദിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ലക്ഷ്മി വിലാസ് പാലസും ആനന്ദിൽ സ്ഥിതി ചെയ്യുന്ന അമുൽ ഫാക്ടറിയുമാണ് ഇന്ന് സന്ദർശിക്കുന്നത്. ഗുജറാത്തിലെ റോഡുകളെ പ്രശംസിക്കാതിരിക്കുവാൻ കഴിയില്ല. മിക്ക പട്ടണങ്ങളും നാലുവരി പാതകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അഹമ്മദാബാദ് എന്ന ഒരു നഗരം മാത്രമാണ് കുറച്ചെങ്കിലും വൃത്തിയുള്ളതായി ഞാൻ കണ്ടത്. റോഡിന്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് ഷീറ്റും ഇരുമ്പ് പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ധാരാളം കുടിലുകൾ കാണാം. പട്ടണത്തിലെ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ പോലും കൊച്ചുകുട്ടികളുമായി ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളെ കാണാം. നഗരത്തിന് പുറത്തുള്ള ഗുജറാത്തിലെ പാവപ്പെട്ടവരുടെ ജീവിതം വളരെ പരിതാപകരമാണ്. എന്നാൽ ഇതും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു വികസനം തന്നെയാണ്. ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഉടമസ്ഥതയിലുള്ള ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അമുൽ. ഗുജറാത്ത് സർക്കാരിന്റെ സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത് നിയന്ത്രിക്കുന്നത് ഇതിന്റെ അംഗങ്ങളായ 3.5 ദശലക്ഷം പാൽ ഉൽപാദകരാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലാണ് 1946 ഈ സംഘടന സ്ഥാപിച്ചത്. 1970കളിൽ വിരമിക്കുന്നതുവരെ അതിന്റെ ചെയർമാനായി തുടർന്ന അദ്ദേഹം സഹകരണ സംഘത്തിന്റെ സാങ്കേതികവും വിപണനപരവുമായ ശ്രമങ്ങളെ നയിക്കാൻ ജനറൽ മാനേജരായി 1949 മലയാളിയായ വർഗീസ് കുര്യനെ നിയമിച്ചു. 1994 പട്ടേലിന്റെ മരണത്തെ തുടർന്ന് കുര്യൻ അമുലിന്റെ ചെയർമാനാവുകയും അമുലിന്റെ മാർക്കറ്റിംഗിന്റെ വിജയത്തിന് പ്രധാന കാരണക്കാരനാവുകയും ചെയ്തു. പിന്നീട് രാജ്യം അദ്ദേഹത്തെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവെന്നും ബഹുമാനപൂർവ്വം വിളിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉൽപാദകരായി മാറിയ അമുൽ ഇന്ത്യയുടെ ധവള വിപ്ലവത്തെ കാര്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് വിദേശ രാജ്യങ്ങളിലും അമുലിന്റെ ഉൽപ്പന്നങ്ങൾ ഏറെ പ്രിയമുള്ളവയാണ്. ബോംബെ ആസ്ഥാനമായ പോൾസൺ ഡയറിയുടെ വ്യാപാരികളും ഏജന്റുമാരും ചെറുകിട ക്ഷീര കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരായ പ്രതികരണമായാണ് 1946 ഡിസംബർ 19 അമുൽ സ്ഥാപിച്ചത്. പോൾസണിന്റെ കുത്തകയിൽ നിരാശരായ കൈറയിലെ കർഷകർ ത്രിഭുവൻദാസ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സമീപിക്കുകയും അദ്ദേഹം കർഷകരെ സംഘടിപ്പിച്ച് ഒരു സഹകരണ സംഘം രൂപീകരിക്കാൻ മൊറാർജി ദേശായിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവരുടെ പാൽ പോൾസണിന് നൽകാതെ ബോംബെയിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ അവർക്ക് സാധിച്ചു. ചെറുകിട കർഷകർ മാത്രമുണ്ടായിരുന്ന ഓരോ ഗ്രാമത്തിലും സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുകയും അങ്ങനെ 1948 ജൂണിൽ അവർക്ക് സ്വന്തമായി ഒരു പാസ്ചറൈസിംഗ് യൂണിറ്റ് ആരംഭിക്കാനും സാധിച്ചു. വർഗീസ് കുര്യൻ, എച്ച്.എം. ദളയ എന്നിവരുടെ ശ്രമഫലമായി സഹകരണ സംഘം കൂടുതൽ വികസിച്ചു. എരുമപ്പാലിൽ നിന്ന് കൊഴുപ്പ് നീക്കിയ പാൽപ്പൊടി നിർമ്മിക്കാനുള്ള ദളയയുടെ കണ്ടുപിടുത്തം ഇന്ത്യയുടെ സംഘടിത ക്ഷീര വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു സാങ്കേതിക മുന്നേറ്റമായിരുന്നു. കുര്യന്റെ സഹായത്തോടെ ഈ പ്രക്രിയ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലീകരിക്കുകയും അങ്ങനെ ആനന്ദിലെ ആദ്യത്തെ ആധുനിക ക്ഷീര സഹകരണ സംഘം ഉടലെടുക്കുകയും ചെയ്തു. ഋഷിഭായ് പട്ടേൽ, കുര്യൻ, ദളയ എന്നീ മൂവരുടെ ശ്രമഫലമായ സഹകരണ സംഘത്തിന്റെ വിജയം ആനന്ദിന്റെ അയൽപ്പക്കങ്ങളിലേക്കും വ്യാപിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആനന്ദ് മാതൃകയിൽ മറ്റു ജില്ലകളിലും ഇത്തരം സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെട്ടു. 1970 സഹകരണ സംഘം ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകി. പരസ്യങ്ങൾ വഴി പരസ്പരം മത്സരിക്കുന്നത് ഒഴിവാക്കാനും വിപണി വിപുലീകരിക്കുന്നതിനുമായി 1973 ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സ്ഥാപിക്കുകയും അമുൽ എന്ന ബ്രാൻഡ് നാമം അതിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ത്യയുടെ ധവള വിപ്ലവം അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് ഡയറി ഫാമിങ്ങിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വയം സുസ്ഥിര ഗ്രാമീണ തൊഴിലവസരമാക്കി മാറ്റുകയും 1998 അമേരിക്കയെ മറികടന്ന് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റുകയും ചെയ്തു. 1966 അമുൽ ബട്ടറിനായി ഒരു പരസ്യ ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്യാൻ സിൽവസ്റ്റർ ഡകുൻഹെ അമുൽ നിയമിച്ചു. സെലിബ്രിറ്റികളെ ഉപയോഗിക്കാതെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ ഫീച്ചർ ചെയ്യുന്ന ഹോർഡിങ്ങുകളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം രാജ്യത്തുടനീളം സൃഷ്ടിച്ചു. അങ്ങനെ അട്ടർലി ബട്ടർലി പരസ്യ പ്രചാരണവും അമുൽ പെൺകുട്ടിയും രാജ്യത്ത് ജനപ്രിയമായി. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പരസ്യ ക്യാമ്പയിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇത് നേടി. പല വിവാദ പരസ്യങ്ങളും അമുലിനെ പിന്തിരിപ്പിക്കുന്നതിന് പകരം അതിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 2018 ആനന്ദിലെ മൊഗറിൽ അമുൽ ഒരു ചോക്ലേറ്റ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ മനുഷ്യ ഇടപെടൽ ഉള്ള ഒരു പൂർണ്ണ ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ഫാക്ടറിയാണിത്. ഈ വർഷം ആദ്യം അമുലും അമേരിക്കയിലെ മിഷിഗൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് അമേരിക്കൻ വിപണിയിൽ പുതിയ പാൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപ്പന്ന വിപണന സ്ഥാപനമാണ് അമുൽ. 5 പതിറ്റാണ്ടിലേറെയായി ഗുജറാത്തിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ ഗ്രാമീണ പാലുൽപ്പന്നങ്ങളെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാമ്പത്തിക ശൃംഖല സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് അമുൽ ബട്ടർ, അമുൽ മിൽക്ക് പൗഡർ, അമുൽ നെയ്യ്, അമുൽ ചീസ്, അമുൽ ചോക്ലേറ്റ്സ്, അമുൽ ഐസ്ക്രീം, അമുൽ മിൽക്ക്, അമൂല്യ തുടങ്ങിയ ഗുണനിലവാരമുള്ള 500-ലധികം ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ ഡിമാൻഡുള്ള ഒരു പ്രമുഖ ഫുഡ് ബ്രാൻഡാണ് അമുൽ. വിജയകരമായ സഹകരണ മാതൃകയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയിലും വിദേശത്തും ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനം നൽകിക്കൊണ്ട് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് അമുൽ.